അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂര്യ താപമേറ്റ് ഊഷരമായി മാറുന്ന ഭൂമി വർഷപാതം വരുമ്പോൾ, അതായത് മഴ പെയ്യുമ്പോൾ, അതിൽ നിന്ന് ചെടികളും സസ്യലതാദികളും മുളച്ചു വന്നാറുണ്ട്. ഇതേപോലുള്ളൊരു പ്രക്രിയ ആത്മീയ ലോകത്തും നടക്കുന്നുവെന്ന് ഖുർആൻ പറയുന്നു. അതായത് ആത്മീയമായിട്ടുള്ള വരൾച്ച വരികയും ആത്മീയ അന്ധകാരത്തിൽ ആണ്ടുപോവുകയും ചെയ്യുമ്പോൾ ആ മനുഷ്യരെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി ദൈവിക സ്വച്ഛജലം വഹീൻ്റെ സന്ദേശങ്ങൾ നൽകിക്കൊണ്ട് അള്ളാഹു തൻ്റെ വരിഷ്ഠദാസന്മാരെ നിയോഗിച്ചയക്കാറുണ്ട്. അതിനുശേഷം ആത്മീയമായിട്ടുള്ള സസ്യലതാദികൾ, ജനങ്ങൾക്ക് തണലേകുന്ന സമാധാന സമ്പൂർണമായ ജീവിതം സമ്മാനിക്കുന്ന മനുഷ്യ കുലത്തിൽ നിന്നുള്ള ആളുകൾ ഉയർത്തെഴുന്നേൽക്കപ്പെടുന്നു. ഇത് അള്ളാഹുവിൻ്റെ ഒരു സനാതന നിയമമാണ്, ഒരു സുന്നത്താണ്. ഈ സുന്നത്ത് ഖുർആൻ പല സ്ഥലങ്ങളിൽ വിവരിക്കുന്നുണ്ട്. മനുഷ്യൻ ഓരോ പ്രവാചകന്മാരും വന്ന കാലഘട്ടങ്ങളെ കുറിച്ച് വിവരിക്കുമ്പോൾ ഖുർആൻ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഖുർആനിൽ പല സ്ഥലങ്ങളിലുള്ള പരാമർശങ്ങളുണ്ടെങ്കിലും ഒന്ന് രണ്ട് സ്ഥലങ്ങൾ നമ്മൾ ഇപ്പോഴേ ഒന്ന് ചൂണ്ടിക്കാണിച്ചാൽ നല്ലതാണ്. അതിന് മത്സരോട് ഞാൻ പറയുന്നത്, ഇന്നത്തെ സാഹചര്യം, അത് ക്രിസ്തീയരാകട്ടെ, ജൂതരാകട്ടെ, മുസ്ലിങ്ങളാകട്ടെ, മറ്റ് സൊറാസ്ട്രാകട്ടെ, കൺഫ്യൂഷ്യസ് ആകട്ടെ, സിഖാകട്ടെ, ജൈനരാകട്ടെ, ബുദ്ധരാകട്ടെ, ഏത് മതാനുയായികളെ നോക്കിയാലും സംതൃപ്തിയില്ലാത്ത, ആത്മീയമായ നിലയിൽ സംതൃപ്തിയില്ലാത്ത ഒരു നില. പിന്നെ കക്ഷി പ്രതികക്ഷികളായ ഒരു മതത്തിൻ്റെ അനുയായികൾ, ക്രിസ്ത്യാനികൾ നൂറ്റുകണക്കിന് കക്ഷികൾ, മുസ്ലിങ്ങൾ നൂറുകണക്കിന് കക്ഷികൾ, ഹിന്ദുക്കളിൽ പല വിഭാഗങ്ങൾ. അപ്പോൾ ഏതാണ് ശരി ഏതാണ് തെറ്റാണെന്നുള്ള തർക്ക വിതർക്കങ്ങൾ ഇതൊക്കെ നിലകൊള്ളുമ്പോഴും ഏതിൽ നിൽക്കുന്ന ഒരാൾക്കും പൂർണ്ണമായിട്ട് സമാധാനമില്ലാത്ത ഒരു അവസ്ഥ കാണുന്നുണ്ട്. ഇതിന് ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ അള്ളാഹുവിൻ്റെ ഒരു ഗൈഡൻസ്, ഒരു മാർഗദർശനം ഉണ്ടാവേണ്ടതാണ് എന്ന് സ്വാഭാവികമായിട്ടും ഒരു സാധാരണ ബുദ്ധിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഇതിനെക്കുറിച്ച് ഖുർആനിൽ പറയുന്ന ഒന്നോ രണ്ടോ സ്ഥലങ്ങൾ, ആ സമയത്ത് എന്താണ് ഖുർആനിൽ നൽകുന്ന മാർഗനിർദ്ദേശം എന്ന് മത്സരം പറഞ്ഞാൽ നല്ലതായിരുന്നു. ഇത്തരം സന്ദർഭങ്ങൾ വരുമ്പോൾ, പ്രത്യേകിച്ച് മനുഷ്യൻ ധാർമ്മികമായി അധപ്പതിക്കുമ്പോൾ, അവരെ സാൻമാർഗികമായി മുന്നോട്ട് നയിക്കുന്നതിനും അങ്ങനെ സൃഷ്ടാവായ ദൈവവുമായി അവരെ ബന്ധിപ്പിക്കുന്നതിനുമുള്ള ഒരേ ഒരു മാർഗം വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കി തരുന്നത് ദൈവനിയോഗിതരായ ആളുകളുടെ ആഗമനമാണ്. ഉദാഹരണമായി ഖുർആൻ സൂറ സാഫാത്തിൽ അതിനെ സംബന്ധിച്ച് പറയുന്ന 72-73 വചനങ്ങളാണ്. ഖുർആൻ പറയുന്നത്, വലഖദ് ദല്ല ഖബ്ലഹും അക്സറുൽ അവ്വലീൻ. ഇതിനു മുമ്പ് അവർ വ്യക്തമായ വഴികേടിലായിരുന്നു, അവരുടെ ഭൂരിഭാഗം ആളുകളും വ്യക്തമായ വഴികേടിലായിരുന്നു. വലഖദ് അർസൽനാ ഫീഹിം മുൻസരീൻ. അവർക്ക് ഇടയിൽ നാം നമ്മുടെ താക്കീതുകാരെ, അവരെ നേർമാർഗത്തിലേക്ക് നയിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് എത്തിക്കുന്നതിനുള്ള താക്കീതുകാരെ നാം അയച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഖുർആൻ വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കി തരുന്നത്, ധാർമ്മികമായി അധപ്പതിക്കുന്ന കാലഘട്ടങ്ങളിലെല്ലാം അവരെ അള്ളാഹുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള സംവിധാനം ദൈവികമായ പ്രവാചകന്മാരുടെ, ദൈവികമായ സന്ദേശവാഹകരുടെ ആഗമനമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പല സന്ദർഭങ്ങളിലായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈ സംഗതിയെ വിശുദ്ധ ഖുർആൻ വേറൊരു ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനം സംബന്ധിച്ച് പറയുമ്പോൾ തന്നെ ഖുർആൻ പറയുന്നത്, ദഹറൽ ഫസാദ് ഫിൽ ബർരി വൽ ബഹർ. ഭൂമിയും കടലും കരയും ഒരുപോലെ അന്ധകാരത്തിൽ അകപ്പെട്ട് കഴിക്കുന്ന, എല്ലാ നിലയ്ക്കും ഫസാദുകളുള്ള ഒരു കാലഘട്ടത്തിൽ, ഡാർക്ക് ഏജ് എന്നാണ് അതിന് ചരിത്രകാരൻ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പോലെ നിയോഗം ഉണ്ടായത് എന്ന് വിശുദ്ധ ഖുർആൻ എടുത്ത് പറയുന്നു. അപ്പോൾ വിശുദ്ധ ഖുർആന്റെ ഭാഷയിൽ ഒരേ ഒരു മാർഗമാണ് ഈ തരത്തിലുള്ള അന്ധകാരങ്ങളിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുന്നതിനുള്ളത്, അത് ദൈവികരായിട്ടുള്ള ആളുകളുടെ ആഗമനമാണ് എന്ന് വിശുദ്ധ ഖുർആൻ എടുത്ത് പറയുന്നു. ഇപ്പോൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്ന സംഗതിയും, പിന്നെ ലഹറൽ ഫസാദ് ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്. മനുഷ്യകരങ്ങളുടെ പ്രവർത്തനത്തിന്റെ തിക്തഫലമായിട്ട് കടലിലും കരലിലും അന്ധകാരം വ്യാപിച്ചിരുന്നു എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമന സമയത്തെ ഖുർആൻ എടുത്ത് പറയുന്നതാണ്. കടലും കരയും എന്നതിനെ കുറിച്ചിട്ട് ഉള്ള വ്യാഖ്യാനം, വേദഗ്രന്ഥങ്ങൾ ഉണ്ട് എന്ന് ഇൽഹാമിയായിട്ടുള്ള ഗ്രന്ഥങ്ങൾ കിട്ടിയിരുന്ന ആളുകൾ, വേദഗ്രന്ഥങ്ങൾ ഇല്ല എന്ന് നിൽക്കുന്ന, വേദഗ്രന്ഥങ്ങളുടെ പിൻപറ്റുന്നവരല്ലാത്ത ആളുകൾ, രണ്ട് വിഭാഗം ആളുകളും ഒരേപോലെ അന്ധകാരത്തിലായിരുന്നു എന്നാണ് നബി തിരുമേനിയുടെ ആ കാലഘട്ടത്തെക്കുറിച്ച് പറയുന്നത്. ഇന്നും വേദഗ്രന്ഥത്തിൻ്റെ അടിമകൾ, വേദം ഉള്ളവർ എന്ന് പറയുന്ന ആളുകൾ, അത് ക്രിസ്ത്യരാവട്ടെ, ജൂതരാവട്ടെ, മുസ്ലിങ്ങളാവട്ടെ, അല്ല ചില ഹൈന്ദവ പ്രസ്ഥാനങ്ങളും വേദങ്ങളെ അംഗീകരിക്കുന്നവരാണ്. അതൊന്നും ഇല്ലാത്ത ആളുകളുണ്ട്, മുശ്രിക്കുകളായിട്ടുള്ള വേറെ കുറേ ആളുകളുണ്ട്. എല്ലാ തലങ്ങളിലും ഈ ആത്മീയ അന്ധകാരം വ്യാപിച്ച് കിടക്കുന്നതായിട്ട്, അതിൻ്റെ അധപ്പതനത്തിൻ്റെ ഒരു അഗാധ ഗർത്തങ്ങളിലേക്ക് ആണ്ടുപോയതായിട്ടാണ് നമ്മൾ കാണുന്നത്.
ഇങ്ങനെ മുസ്ലിം സമുദായമായി തീരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല സ്ഥലങ്ങളും പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. പക്ഷെ ഇങ്ങനെ ഇസ്ലാമിൽ അങ്ങനെ ഒരു കാലം വന്നാൽ ആ കാലഘട്ടത്തിൽ ഇസ്ലാമിൽ ഇനി ഒരാൾ, അത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വന്നിട്ടുണ്ട്, ഇനിയും ഒരാൾ വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതോ അല്ലെങ്കിൽ ഖുർആനിൽ അതിനുള്ള സൂചനകളുണ്ടോ എന്നുള്ള കാര്യം മൗലവി സലീം സാഹിബ് ഒന്ന് വിശദീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സൂറത്ത് ജുമായിലെ തുടക്കം തന്നെയുള്ള റുക്കൂയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഹുവല്ലസീ ബഅസ ഫിൽ ഉമ്മീയീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ വആഖരീന മിൻഹും ലമ്മാ യൽഹഖൂ ബിഹിം വഹുവൽ അസീസുൽ ഹകീം. ഇതിൽ അല്ലാഹു പറയുന്നു, അവനത്രേ അക്ഷരജ്ഞാനമില്ലാത്ത ആ ജനതയിൽ, അതായത് അറബികളിൽ, അവരിൽ നിന്നുള്ള ഒരു ദൂതനെ എഴുന്നേൽപ്പിച്ചിട്ടുള്ളത്. ആ ദൂതൻ അവന്റെ വചനങ്ങൾ അവർക്ക് വായിച്ചു കേൾപ്പിക്കുകയും അവരെ ശുദ്ധീകരിക്കുകയും അവർക്ക് ഗ്രന്ഥവും തത്വജ്ഞാനവും പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഇതിനു മുമ്പ് അവർ സ്പഷ്ടമായ വഴികേടിലായിരുന്നുവെങ്കിലും അവരോടൊപ്പം ഇതേവരെ ചേർന്നിട്ടില്ലാത്ത അവരിൽ നിന്നുള്ള മറ്റൊരു ജനതയിലും അവൻ ദൂതനെ എഴുന്നേൽപ്പിക്കുന്നതാണ്. അവൻ പ്രതാപവാനും അഗാധജ്ഞനുമാകുന്നു. വിശുദ്ധ ഖുർആനിലെ 62-ാമത്തെ അധ്യായമായ അൽ ജുമായിലെ 3-4 ആയത്തുകളാണ് ഞാനിപ്പോൾ ഓതി കേൾപ്പിച്ചത്. ഈ ആയത്തുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ ഒരു 2ാമത്തെ ആഗമനത്തെക്കുറിച്ചുള്ള ഒരു സൂചന ഇതിലടങ്ങിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, അത് സംബന്ധിച്ചുള്ള ഹദീസും വ്യക്തമായി ഇതിൻ്റെ വിശദീകരണമായിട്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുണ്ട്. മാത്രമല്ല, പൂർവിക പണ്ഡിതന്മാരും ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഉമ്മത്തിൽ ഒരു പ്രവാചകൻ്റെ, ഉമ്മത്തിൽ നിന്നുള്ളൊരു പ്രവാചകൻ്റെ ആഗമനത്തെക്കുറിച്ചുള്ള ഒരു സൂചനയും ഇതിലടങ്ങിയിട്ടുണ്ട്. ഇമാം മഹദി ആഗതനാകുമെന്നുള്ള പൂർവ്വ പണ്ഡിതന്മാരുടെ ആ വ്യാഖ്യാനം ഈ ആയത്തിനെല്ലാം വ്യാഖ്യാനിച്ചുകൊണ്ടാണ് വന്നിട്ടുണ്ട്. അപ്പോൾ സൂറത്തുൽ ജുമയിലെ 3-4 ആയത്തുകൾ, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും എന്ന് തുടങ്ങുന്ന ആയത്തിൽ അവസാന ഭാഗത്തെ, അതായത് നിരക്ഷരരായ അറബികളിൽ തൻ്റെ ദൂതനെ നിയോഗിച്ചത് അള്ളാഹുവാണ്. അവിടെ നമ്മളിപ്പോൾ പറഞ്ഞു വന്ന ചർച്ച കൂടി അതിലേക്ക് കൂടുന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ വൈൻകാനു മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീനാണ്. അവർ വ്യക്തമായ വഴികേടിലായിരുന്നു അതിന് മുമ്പ്, അപ്പോഴാണ് അവരങ്ങോട്ട് അയച്ചത്. വ്യക്തമായ വഴികേടിലായതുകൊണ്ട് അള്ളാഹു തൻ്റെ ദൂതനെ ഗ്രന്ഥവും ജ്ഞാനവും പഠിപ്പിക്കുകയും അവരെ ശുദ്ധീകരിക്കുകയും അവർക്ക് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ വിവരിച്ചു കൊടുക്കുകയും അവർക്ക് അള്ളാഹുവിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രവാചകൻ അയച്ചു. അതിനുശേഷം വന്ന വാഹരീന മിൻഹും ലമ്മാ യൽഹഖൂ ബിഹിം എന്നതിലാണ് താങ്കൾ സൂചന വ്യക്തമായിട്ട് തന്നെയാണ് അതിനുള്ളത്. എന്താണെന്ന് വെച്ചാൽ, അവരോട് ഇന്നേ വരെ ചേർന്നിട്ടില്ലാത്ത മറ്റൊരു സമുദായത്തിലും ആ ദൂതനെ അയക്കുന്നവർ. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ സമുദായോട് ചേർന്നിട്ടില്ലാത്ത മറ്റൊരു സമുദായത്തിലും അയച്ചിരിക്കുന്നു. ആ മറ്റൊരു സമുദായം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതേതാണ് എന്നുള്ളത് നമുക്ക് സംശയമുണ്ട് ഈ അർത്ഥത്തിൽ നമ്മൾ അർത്ഥം വെക്കുമ്പോൾ. പക്ഷെ ഇതിന് ചില ആളുകൾ അർത്ഥം വെക്കുന്ന എന്താണ്, മറ്റു സമുദായത്തിൽക്കും റസൂലുള്ളാഹി തന്നെയാണോ ദൂതൻ എന്നുള്ളതാണ്. അങ്ങനെ ഒരു അർത്ഥം കൊടുക്കാൻ ഈ ആയത്ത് നമുക്ക് അനുമതി നൽകുന്നില്ല. ചരിത്രവും അതിന് വിപരീതമാണ്. ഈ ആയത്ത് ഇറങ്ങുമ്പോഴേ അല്ല, അത് മാത്രമല്ല, ആ കാലഘട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലലാലിൻ മുബീൻ എന്ന് പറഞ്ഞത് അങ്ങനെ ഒരു കാലഘട്ടം മുസ്ലിങ്ങളിലും ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗം ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. ഉദാഹരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്ദർഭത്തിൽ എടുത്ത് പറഞ്ഞത്, ജനങ്ങളുടെ ഒരു കാലം വരും, അന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാം അതിൻ്റെ പേരിൽ മാത്രമാകും, ഖുർആൻ അതിൻ്റെ ലിപികളിൽ മാത്രമാകും, പള്ളികളുണ്ടായിരിക്കും, ജനനിബിഡങ്ങളായിരിക്കും, വലിയ എടുപ്പുകളായിരിക്കും, പക്ഷേ അതിൽ ഭക്തിശൂന്യമായിരിക്കും. അതുപോലെ അന്ന് ആ കാലഘട്ടത്തിൽ നയിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ പണ്ഡിതന്മാർ ആകാശത്തിന് കീഴിൽ നികഷ്ടജീവികളായി അധപ്പതിക്കും. എല്ലാ ഫിത്രകളും അവരിൽ നിന്നായിരിക്കും പുറപ്പെടും, അവരിലേക്ക് തന്നെ മടങ്ങും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം ഉമ്മത്തിനുണ്ടാകുന്ന കാലഘട്ടം സംബന്ധിച്ചും വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കുന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ വിശുദ്ധ ഖുർആന്റെ വചനം കൂടി എടുത്ത് നോക്കുകയാണെങ്കിൽ, ഈ ലലാലത്തിലായ അല്ലെങ്കിൽ പരിപൂർണമായും അന്ധകാരത്തിലേക്ക് അധപ്പതിച്ച ഈ ഉമ്മത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ 2ാമത്തെ നിയോഗം എന്ന് പറയുമ്പോൾ അത്തരത്തിലൊരു മഹാത്മാവിന്റെ ആവശ്യകത ഈ കാലഘട്ടം എടുത്ത് പറയുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഇസ്ലാമി ലസ്മുഹു എന്നുള്ള ഹദീസാണ് പറഞ്ഞത്. അപ്പോൾ ഈ കാലഘട്ടത്തിലെ ജനം എല്ലാ തരത്തിലും ഇസ്ലാമിന് നാമാവശേഷമായിട്ടുണ്ട്. അതായത് ഇസ്ലാമിന് പേര് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക് ടെററിസം ഒക്കെ ഉള്ള കാലമാണ് ഇപ്പോൾ. അതായത് സമാധാനത്തിന്റെ ടെററിസം ആണ് അത്രേ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമാധാനം ഉണ്ടാക്കുന്ന വാക്കിനർത്ഥം.
സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി ടെററിസം ആവശ്യമുണ്ടോ? ഇസ്ലാമിക് തീവ്രവാദമുണ്ട്. ഇന്ന് മനുഷ്യന് ഏറ്റവും കൂടുതൽ അടങ്ങാറുന്നത് ഇസ്ലാമിക് ജിഹാദ് കൊണ്ടാണ്. ജിഹാദ് എന്നുള്ള പ്രശ്നം തന്നെ കേട്ട പേടിയാണ് ആളുകൾ. അത് ഇസ്ലാമിന്റെ പേരിലാണ് വരുന്നത്. വാസ്തവത്തിൽ ഇസ്ലാമിക് ജിഹാദ് ഒരു പുണ്യമായിട്ടുള്ള ഒരു ഡിഫൻസിന്റെ ഒരു യുദ്ധമായിരുന്നു. അതിനെ ജനങ്ങളുടെ ഇടയിൽ തീവ്രവാദമാക്കി മാറ്റിയിരിക്കുന്നു. അപ്പൊ ഇസ്ലാം അതിന്റെ പേര് മാത്രമേ ഉള്ളൂ എന്നുള്ള പാശ്ചാത്യ മീഡിയ ചെയ്യുന്ന പണിയാണെങ്കിലും അത് ചെയ്യാനുള്ള വളം വെക്കുന്ന മുസ്ലിം രാഷ്ട്രങ്ങളിലുള്ള തെറ്റിദ്ധരിക്കപ്പെട്ട മുസ്ലിങ്ങൾ അല്ലെങ്കിൽ സാധാരണ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ട സാധാരണ യുവാക്കളാണ്. അവർ അതിന് ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം താല്പര്യങ്ങൾക്കായിട്ട് വളച്ചൊടിച്ച് ബ്രെയിൻ വാഷ് ചെയ്യപ്പെടുന്ന തീവ്രവാദികൾ ആക്കി മാറ്റുന്ന മുസ്ലിം കുട്ടികളാണ്. എങ്കിലും ഇസ്ലാമിന്റെ പേരിൽ ആ സമാധാനം എന്നുള്ളത് നശിച്ചിട്ടുണ്ട്. ആ പേര് നശിച്ചിട്ടുണ്ട്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ പേടിയാണ്. ഖുറാനിലെ ലിപികൾ മാത്രം അവശേഷിക്കുന്നതാണ്. ഖുറാനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഖുറാൻ മൻസൂഖായ ഖുറാനാണ് ഇവിടെ ആൾക്കാരായിട്ടുള്ളത്. അതായത് ഖുറാനിൽ ചില ആയത്തുകളൊക്കെ ദുർബലപ്പെട്ടു എന്നാണ് എല്ലാ മുസ്ലിം കക്ഷികളും എഴുതിയിട്ടുള്ളത്. അലോപ്പതിയുടെ ഗുളിക സമയം കഴിഞ്ഞ മാതിരി ഖുറാന്റെ ആ ആയത്തിന്റെ കാലം കഴിഞ്ഞ മാതിരിയാണ് വിശദീകരിക്കുന്നത്. അമാനി മൗലവി ആവട്ടെ, മൗദൂദി സാഹിബ് ആകട്ടെ, സുന്നികളുടെ തഫ്സീറുകളാകട്ടെ, എല്ലാ തഫ്സീറുകളിലും വളരെ വ്യക്തമായിട്ട് പറയുന്നത് ചില ആയത്തുകളൊക്കെ മൻസൂഖ് ചെയ്തതാണ്. ഖുറാന്റെ ആയത്തുകൾ തന്നെ എടുത്ത് നോക്കിയാലോ ചില ആയത്തുകൾക്ക് അള്ളാഹു അലമെ മുറാദിന, അതിന്റെ മുറാദ് അള്ളാഹ്ക്ക് അറിയാം. അപ്പൊ എഴുത്ത് ആ വചനങ്ങളുടെ ലിപികൾ അവിടെ ഉണ്ടെങ്കിലും അതിന്റെ അർത്ഥങ്ങൾ അനുസരിച്ച് ചെയ്യാത്ത ഒരു വിഭാഗം വന്നിട്ടുണ്ട്. പിന്നെ പള്ളികൾ കൂറ്റൻ എടുപ്പുകളായിരിക്കുന്നവർ അവിടെ ജനനിബിഡങ്ങളായിരിക്കും എന്നൊരർത്ഥമുണ്ട്. ആമിറത്തും വയ്യ ഖറാബും ഹിദായത്ത് അവിടെ ഉണ്ടാവുകയില്ലെന്നാണ്. ഇപ്പൊ എല്ലാ പ്രശ്നങ്ങളും പള്ളിയിലുണ്ടാവും. അപ്പൊ പള്ളികളിൽ ഹിദായത്ത് ഉണ്ടെങ്കിൽ ആ ഹിദായത്ത് പള്ളിയിൽ പോകുന്ന ആളുകളിൽ ഉണ്ടാവണം. പള്ളിയിൽ ഹിദായത്ത് അവിടെ ഇരുന്നിട്ട് കാര്യമല്ല. ആ ഹിദായത്ത് പള്ളിയിലുള്ള ആളുകൾ ഉണ്ടാവും, അതില്ല എന്നുള്ളതിന് വ്യക്തമാണ്. മറ്റൊരു കാര്യം പറഞ്ഞ ഉലമാവും ഷെറുമാൻ താത്ത ആദിമി സമാധാന ഹദീസിന്റെ ഭാഗമുള്ളത് ഉലമാക്കളായിരിക്കും ഏറ്റവും ദുഷിച്ച ജനമാണ്. ഷെറ് പല ഷെറുകളുണ്ട്. പെയ്ഡ്സൊക്കെ ഷെറിന്റെ കീടങ്ങളാണ്. പക്ഷെ ഇവിടെ റസൂൽ എന്ന് പറഞ്ഞ ആകാശത്തിന് കീഴിൽ ഏറ്റവും വലിയ ഷെറ് ഉലമാക്കളാണ്. ബാക്കിയുള്ള ഷെറൊക്കെ അതിന്റെ താഴെയുള്ളതാണ് കീടങ്ങളാണ്. പക്ഷെ ഇവിടെ റസൂൽ എന്ന് പറഞ്ഞ ആകാശത്തിന് കീഴിൽ ഏറ്റവും വലിയ ഷെറ് ഉലമാക്കളാണ്. ബാക്കിയുള്ള ഷെറൊക്കെ അതിന്റെ താഴെയുള്ളതാണ്. അതിന് പറഞ്ഞെന്താ പറയുക, എല്ലാ ഫിത്തിനെയും അവരും ഉടലെടുക്കും, അവരിലേക്ക് മടക്കും. അൽ ഫിത്തിനത്തു അശദ്ദു മിനൽ ഖത്ൽ എന്ന് ഖുർആൻ പറയുന്നത്. ഫിത്തിന എന്നുള്ളത് ഖത്ലിനേക്കാൾ വലുതാണ്. അതായത് ആളെ കൊല്ലണേനേക്കാൾ വലുതാണ്, കൊലപാതകത്തെക്കാൾ വലുതാണ് ഖുർആൻ പറയുന്നത് ഫിത്തിന. ആ ഫിത്തിന ഉലമാക്കൾ നിന്ന് ഉടലെടുക്കുകയാണെങ്കിൽ എത്ര വലുതായിരിക്കും? എന്നിട്ട് അവർക്ക് തന്നെ മടങ്ങും ചെയ്യണം. ഈ ജനങ്ങളെ കാഫിറാക്കലും കുഴപ്പങ്ങൾ ഉണ്ടാക്കലും ഒക്കെ ആലിമീങ്ങൾ എന്ന് പറയുന്ന ആളുകളാണ്. അപ്പൊ ഒരു ദലാലത്തിന്റെ കാലം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വാഹരീന മിൻഹും ലമ്മാ യൽഹഖു ബിഹിം, അവരോട് ചേർന്നിട്ടില്ലാത്ത മറ്റൊരു സമുദായത്തിലും പ്രവാചകന്റെ നിയോഗം ഉണ്ടാവും എന്ന് പറയുമ്പോൾ അവിടെയും ദലാലത്തിന്റെ ഒരു കാലം തന്നെയാണ് ഉണ്ടാവുന്നത്. ഇനി ഈ കാര്യത്തിൽ പരിശോധിക്കാനുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വേറൊരു ഹദീസാണ്. അതിൽ നബി തിരുമേനി ഈ ആയത്ത് ഇറങ്ങുമ്പോൾ ബുഖാരി, സഹീഹ് ബുഖാരി, ഈ ആയത്തിന് ഇപ്പൊ തഫ്സീർ പറയുമ്പോൾ ആൾക്കാർ എന്താ തഫ്സീർ പറയുന്നത് പറഞ്ഞിട്ടുണ്ടോ? നമ്മുടെ സ്റ്റൈൽ എന്താണെന്ന് വെച്ചാൽ തഫ്സീർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, അല്ലേ ഖുർആൻ പറയണം. വേറെ മുഫസ്സിർ പറഞ്ഞ അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് ഇതിന് യോജിക്കുന്നതാണെങ്കിൽ എടുക്കുള്ളൂ, അല്ലെ എടുക്കില്ല. ആരും എടുക്കൂല, ആണാണ് യോജിക്കുന്ന അല്ലെങ്കിൽ എടുക്കൂല. പക്ഷെ ഒരു തഫ്സീർ മുഫസ്സിർ എന്തോ പറഞ്ഞു. ഇവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആയത്തിന് വിശദീകരിച്ച വേറെ ഒരാൾ അതിനെ കുറിച്ച് വിശദീകരിക്കാൻ ആരുമില്ല. സഹാബത്ത് മനസ്സിലാക്കിയത് അതാണെങ്കിൽ പിന്നെ പറഞ്ഞു നമുക്ക് വേണ്ട. സഹാബത്ത് ഈ ആയത്ത് ഇറങ്ങുമ്പോഴേ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്തൊരു ഹദീസ്, ഈ ആയത്തിലെ സൂറത്തുൽ ജുമയിലെ ആഖരീന മിൻഹും ലമ്മാ യൽഹഖു ബിഹിം, അവരോട് ചേർന്നിട്ടില്ലാത്ത മറ്റൊരു സമുദായത്തിലും എന്ന വാക്കിന് വ്യാഖ്യാനമായിക്കൊണ്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്താണ് അതിന്റെ വ്യാഖ്യാനം എന്ന് ഞങ്ങൾ ചോദിച്ചു എന്ന് സഹാബത്ത് പറയണം. അതിന് അബൂ ഹുറൈറ പറയണം, ഞങ്ങൾ ചോദിച്ചു മൻഹും യാ റസൂലല്ലാഹ്. അങ്ങനെ വേറൊരു സമുദായത്തിൽ താങ്കൾ ഇറങ്ങും എന്ന് പറയുമ്പോൾ, താങ്കളുടെ അവതരണം ഉണ്ടാവും എന്ന് പറയുമ്പോൾ, താങ്കൾ വരുമെന്ന് പറയുമ്പോൾ അത് ഏതാണ് യാ റസൂലല്ലാഹ്? ആ സമുദായം. അപ്പൊ റസൂൽ തിരുമേനി പറയുന്ന മറുപടി 3 പ്രാവശ്യം ആ ചോദ്യം ആവർത്തിച്ച് മറുപടി പറഞ്ഞിട്ടില്ല. റസൂലുള്ളാഹിന്റെ പൊതുവെ സ്വഭാവം 3 പ്രാവശ്യം ആവർത്തിച്ച് മറുപടി പറഞ്ഞിട്ടില്ലേ പിന്നീട് അള്ളാഹുവിന് കിട്ടുന്ന അറിവാണ് പറയുന്നത്. അപ്പൊ 3ാമത്തെ പ്രാവശ്യം ആവർത്തിച്ചതിന് ശേഷം റസൂൽ തിരുമേനി സദസ്സിലിരിക്കുന്ന എല്ലാവരും തെരഞ്ഞിട്ട് സൽമാനുൽ ഫാർസിയുടെ ചുമലിൽ കൈവച്ചിട്ട് പറയണേ, ലൗക്കാനൽ ഈമാനു അല്ലക്കൻ എന്ത് സുറയ്യ ലനാലഹു റിജാലുൻ ഔ റജുലുൻ മിൻ ഹൗലായി. ഈമാൻ കാർത്തിക നക്ഷത്രം വരെ പോയി പോയാലും, അറബിയിലുള്ള ഒരു പ്രയോഗമാണ്, അത് ഭൂമിയിലില്ലാതെ നഷ്ടപ്പെട്ട ഒരു സാധനമായി മാറിയാൽ, കാർത്തിക നക്ഷത്രം വരെ പോയി പോയാലും അതിനെ ഇദ്ദേഹത്തിന്റെ സമുദായത്തിൽപ്പെട്ട സൽമാനുൽ ഫാർസിയുടെ പരമ്പരയിലുള്ള സൽമാനുൽ ഫാർസിയുടെ വംശത്തിൽപ്പെട്ട ഒന്നിലധികം ആളുകൾ അല്ലെങ്കിൽ ഒരാൾ അതിനെ കൊണ്ടുവരണം. സൽമാനുൽ ഫാർസിക്ക് സന്താനം ഉണ്ടായിട്ടില്ല, അദ്ദേഹത്തിന് മക്കൾ ഉണ്ടായിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ വംശത്തിൽപ്പെട്ട ആളാണ് വരുന്നത്. ഫാർസി വംശജരായിട്ടുള്ള ഒരാൾ വരണം, അല്ലെങ്കിൽ ഒന്നിലധികം ആൾ വരണം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വ്യാഖ്യാനമാണ്, വേറെ ആരും പറഞ്ഞല്ല. അപ്പോ റസൂൽ തിരുമേനി വാഹരീന മിൻഹും ലമ്മാ യൽഹഖു ബിഹിം, മറ്റൊരു സമുദായത്തിനും റസൂൽ തിരുമേനിയുടെ നിയോഗം ഉണ്ടാകും, അത് ആരായിരിക്കും എന്ന് ചോദിച്ചപ്പോൾ റസൂൽ തിരുമേനി
അതിൽ നിന്ന് വരാവുന്ന ഒരു തെറ്റിദ്ധാരണയോട് അകറ്റി. എന്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പിന്നീട് വരികയാണോ എന്നൊരു സംശയമുണ്ട്. ഇപ്പൊ ജനങ്ങൾ അതാണ് പറയുന്നത്. ഇപ്പൊ മുസ്ലിം ഇപ്പൊ ഇരിക്കുന്നത് ആനുകാലിക മുസ്ലിങ്ങളെ ഇപ്പോഴുള്ള സുന്നിയാണെങ്കിലും മുജാഹിദാണെങ്കിലും നമ്മുടെ മുമ്പാകെ കൊണ്ടുവരുന്നത് എന്താണ്? അത് റസൂലിൽ തന്നെ അടുത്ത സമുദായത്തിനും ആവുമെന്നാണ് പറഞ്ഞത്. ആ സംശയം ഇനി ഉന്നയിക്കാതിരിക്കാൻ റസൂൽ തിരുമേനി എന്ത് പറഞ്ഞു? മൻഹും, അത് ആരാണെന്ന ചോദിച്ചത്. ആരാണെന്ന് പറയാതെ വരുന്ന ആൾ ആരാണെന്ന് പറഞ്ഞു. അത് ഞാനല്ല, അത് സൽമാൻ ഫാർസിയിൽപ്പെട്ട ഒരാളായിരിക്കും എന്നാണ് പറഞ്ഞത്. സൽമാൻ ഈമാൻ കാർത്തിക നക്ഷത്രം വരെ പോയപ്പോഴും ഇദ്ദേഹത്തിന്റെ വംശത്തിൽപ്പെട്ട ഒന്നോ അതിലധികമോ ആളുകൾ, റാവിയാണ് പറഞ്ഞത് ഒന്നിലധികം എന്നുള്ളത് സംശയമാണ്. ഒന്നാണെന്ന് റസൂൽ പറഞ്ഞു, ഒന്നിലധികം എന്ന് പറഞ്ഞത് റാവി, അതിന്റെ നിവേദകൻ സംശയമാണെന്ന് പറയുന്നത്. അപ്പൊ ഒന്നോ അതിലധികമോ ആളുകൾ അതിനെ ഭൂമിയിൽ രണ്ടാമത് പുനഃസ്ഥാപനം ചെയ്യും, കൊണ്ടുവരും എന്ന് റസൂൽ തിരുമേനി പറയും. അപ്പൊ ഈ ആയത്തിൽ വളരെ വ്യക്തമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിഴലിൽ വരുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിന് തത്തുല്യമായി വരുന്ന ഒരു ആള് ഈ ഉമ്മത്തിൽ വരും. അതാണ് രണ്ടാമത് ഖുർആനെയും ഹിക്മത്തിനെയും പഠിപ്പിക്കുന്ന ആള്. അദ്ദേഹം മുഖേന ആത്മസംസ്കരണത്തിനുള്ള മാർഗങ്ങൾ ഒരുങ്ങുക, അദ്ദേഹം മുഖേന ദൈവിക ദൃഷ്ടാന്തങ്ങൾ ലോകത്തോട് പറയും എന്നുള്ളത് വ്യക്തമാണ്. അപ്പൊ ഖുർആനിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ ഒരു സംഗതിയാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ടാമത്തെ ഒരു നിയോഗമുണ്ട് എന്നുള്ളത്, ഒരാൾ വരും എന്നുള്ളത്. അപ്പൊ നമ്മൾ ഇത് ഇത്രയും പറയാനുണ്ടായ കാരണം അഹ്മദിയ ജമാഅത്തിന്റെ സ്ഥാപകരുടെ വാദം, ആ ദൈവ നിയോഗിതനായിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിന്റെ അതേ വിധത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി വന്ന ആൾ ഞാനാണെന്നാണ്. ഖുർആനിൽ ആഖരീന മിൻഹും എന്ന് പറഞ്ഞ ആ പ്രവചനം എന്നിൽ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഈ കാലഘട്ടത്തിന്റെ ദൈവ നിയോഗിതനായിക്കൊണ്ട് അള്ളാഹു എന്നെ നിയോഗിച്ചിട്ടുണ്ട്, ഖുർആന്റെ ജ്ഞാനം എനിക്ക് നൽകിയിട്ടുണ്ട്, സുന്നത്തിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിന്റെ അള്ളാഹുവിൽ നിന്ന് കിട്ടിയ അറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഖുർആൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി വന്ന ആളാണ് ഞാൻ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യനായ ഞാൻ നിങ്ങളോട് പറയുന്നു. അള്ളാഹുവിന്റെ പേരിലാണ് ഇട്ട് എന്ന് ഹദരത്ത് മിർസ ഗുലാം അഹ്മദ് അലൈഹി സ്വലാം പറയുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ആ വാദത്തെ കുറിച്ചുള്ള അദ്ദേഹം വാദിച്ചത് ശരിയാണോ തെറ്റാണോ എന്നൊരു പരിശോധനയാണ് നമ്മൾ നടത്തുന്നത്. അപ്പൊ ഈ കാലഘട്ടത്തിന് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹം വന്ന ആ സാഹചര്യം, ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം വാദം ഉന്നയിച്ചത്, അത് നമ്മൾ നമ്മുടേതായിട്ട് എടുത്തു പറയുന്നതിലും നല്ലത് എതിരാളികൾ, അദ്ദേഹത്തെ വിമർശിച്ചെഴുതിയ ആളുകൾ ആ സാഹചര്യത്തെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. അത് ഉദാഹരണമായിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അവിഭക്ത മുജാഹിദ്, രണ്ടായി പിരിയുന്നതിന് മുമ്പുള്ള മുജാഹിദിനെ പ്രസിദ്ധീകരിച്ച, മുജാഹിദ് സെന്ററിൽ പ്രസിദ്ധീകരിച്ച ഖാദിയാനിയത്ത് എന്നൊരു ബുക്ക്, ഖാദിയാനിയത്തിന്റെ തർജ്ജമയാണ് ഖാദിയാനിസം, സ്വയം ചുങ്കത്തറ വിവർത്തനം ചെയ്ത് അതിൽ ഈ കാലഘട്ടത്തിന്റെ ആ നിലപാടിനെ കുറിച്ച്, ആ കാലഘട്ടത്തിൽ എന്തായിരുന്നു മുസ്ലിങ്ങളുടെ അവസ്ഥ, ദുരവസ്ഥ എന്നതിനെ കുറിച്ച് വളരെ വിശദമായിട്ട് 4-5 പേജുകളിൽ പറയുന്നുണ്ട്. അതിനെ സംക്ഷേപിച്ച് കുറച്ച് ഭാഗങ്ങളെങ്കിലും ഒന്ന് നമ്മൾ വെക്കുകയാണെങ്കിൽ പ്രേക്ഷകർക്ക് നമ്മളുടെ വാക്കുകളിലല്ല ആ കാലഘട്ടത്തിൽ മിർസ ഗുലാം അഹ്മദ് കടന്നു വന്ന കാലം ഏതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത് സലീം സാഹിബ് ഒന്ന് വായിച്ചാൽ നല്ലതാണ്. അബുൽ ഹസൻ അലി നദവി എഴുതിയതും സുഹൈർ ചുങ്കത്തറ പരിഭാഷപ്പെടുത്തിയതുമായ ഈ പുസ്തകം കേരള നദൂത്തുൽ മുജാഹിദീൻ പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. അഹമ്മദീയ ജമാഅത്തിനെ വിമർശിച്ചുകൊണ്ട് എഴുതിയ ഈ പുസ്തകമാണ്. ഇതിൽ 176 പേജ് മുതൽ ഏതാനും ചില ഇത് മാത്രം വായിക്കുന്നത്, ഒരു പ്രസക്തമായ ഭാഗം മാത്രമാണ് ഞാനിപ്പോൾ വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ പറയുകയാണ് 176 പേജിൽ, 19-ാം നൂറ്റാണ്ടിൻ്റെ ഒടുക്കം പാശ്ചാത്യർ ദുർഭരണവുമായി ഇസ്ലാമിക ലോകത്തെ കടന്നാക്രമിച്ചു. മതത്തിൻ്റെ ആത്മാവ് നശിച്ച സംസ്കാരവും നിരീശ്വര നാഗരികതയും അതിൻ്റെ ഭൗതിക വീക്ഷാഗതിയിലുമൊക്കെ വലിഞ്ഞു കയറി. വേരുറച്ച വിശ്വാസവും ആണ്ടിറങ്ങിയ വിജ്ഞാനവും ആഴവും പരപ്പുമുള്ള പഠനവും അനിവാര്യമായിരുന്നു. ഉന്നതമായ ബുദ്ധിയും ഏറെ ക്രിയാത്മകമായ ബോധവും മനോധൈര്യവും ശക്തമായ വ്യക്തിത്വവും ഉയർന്ന ആത്മീയ ബോധവും വേണം. ധർമ്മസമരത്തിന്റെ ചൂടും ചുണയുമുള്ള ഒരു മുജദ്ദിദിന്റെ അനിവാര്യത ഇസ്ലാമിക ലോകത്ത് വ്യക്തമായി. ഒരു മുജദ്ദിദിന് ആവശ്യമാണെന്ന് ഇസ്ലാമിക ലോകത്ത് വ്യക്തമായ സമയത്താണ്, ഒരു സമയമാണ് ഈ പറയുന്നത് 19-ാം നൂറ്റാണ്ട് ഒടുക്കത്തിൽ, 19-ാം നൂറ്റാണ്ടിന്റെ അവസാന ഘട്ടത്തിൽ. തുടർന്ന് വായിക്കാം. ഇസ്ലാമിക ലോകത്തെ ഒന്നിപ്പിക്കുകയും പുതിയൊരു ജീവിതം സമ്മാനിക്കുകയും തൻ്റെ ഈമാന്റെ ശക്തിയും അറിവിന്റെ വെണ്മയും സമരാവേശവും ഉപയോഗിച്ച് പാശ്ചാത്യ സംസ്കാരത്തിന്റെ കടന്നാക്രമണം നേരിടാനും കഴിവുമുള്ള ഒരു പ്രബോധകനെ ആവശ്യപ്പെടുകയായിരുന്നു ഇസ്ലാമിക ലോകം. തുടരുകയാണ്. പിന്നെ ഈ ദുർഘടസന്ധിയിൽ വളരെ ശക്തിയായും വ്യക്തമായും ഇസ്ലാമിക സമൂഹത്തിലെ ഇമ്മാതിരി ജാഹിലിയത്തിനോട് സമരം ചെയ്യാനും പരിപാവനമായ യഥാർത്ഥ തൗഹീദിലേക്കും കലർപ്പില്ലാത്ത തിരുചര്യയിലേക്കും ക്ഷണിക്കാനും ഒരു ധീരനായ പരിഷ്കർത്താവ് അത്യാവശ്യമാണെന്ന് ഇതൊക്കെ തെളിയിച്ചു.
സമൂഹം അരാജകത്വത്തിലേക്കും ധാർമ്മിക അധപ്പതനത്തിലേക്കും മാഞ്ഞു വീഴുകയായിരുന്നു. ഭൗതികതയോടും ദേഹേച്ഛയോടുമുള്ള ആരാധനാഭാവം, ജയിച്ചടക്കുന്ന അധികാരികളോടും അക്രമം ചെയ്ത ധനികരോടുമുള്ള നിന്ദ്യമായ വിധേയത്വം, ഇതൊക്കെ തന്നെ തന്ത്രജ്ഞനായ ഒരു സാമൂഹിക പരിഷ്കർത്താവിൻ്റെ അനിവാര്യത വിളിച്ചോതി. നഷ്ടപ്പെടുത്തുന്ന, അതായത് ലോകത്തിൻ്റെ ചെങ്കോൽ പിടിക്കാനുള്ള അർഹതയും നല്ലൊരു ജീവിതം കാഴ്ചവെക്കാനുള്ള അവകാശം തന്നെയും നഷ്ടപ്പെടുത്തുന്ന അപകടകരമായ സമീപനങ്ങളോട് പൊരുതുന്ന ഒരു വ്യക്തിയും ഉണ്ടാവണം. അദ്ദേഹം തുടരുകയാണ്, മറിച്ച് ഇസ്ലാമിക ചരിത്രത്തിന്റെ പല ദശകളിലും ആധുനികത സൃഷ്ടിച്ച പ്രതിസന്ധികളെ ചെറുക്കുകയും സമകാലീന ജീവിതത്തിന്റെ പ്രേരകങ്ങളെയും ആധുനിക ഭൗതിക ചിന്താധാരകളുടെ ശക്തിയെയും തടഞ്ഞു നിർത്തുകയും ചെയ്യുന്ന പുതിയ ഈമാൻ ഈ സമൂഹത്തിന് ആവശ്യമായിരുന്നിട്ടുണ്ട്. ഇസ്ലാമിക ലോകത്ത് വലിയ ഇളക്കം സംഭവിച്ച ഈ വിഷമകരമായ ചുറ്റുപാടിലാണ് മിർസ ഗുലാം മുഹമ്മദ് കടന്നു വരുന്നത്. വെരി ഗുഡ്. അപ്പം ഖാദിയാനിസത്തിൽ പറയുന്നത് ഒരു മുജദ്ദിദിന്റെ ആവശ്യകത ലോകത്ത് വെളിപ്പെട്ടു. ഒരാത്മീയ പരിഷ്കർത്താവിൻ്റെ ആവശ്യം അനിവാര്യമായി വന്നു. ചൂടും ചുണയുമുള്ള സമരാവേശം ഉപയോഗിക്കുന്ന ഒരു പ്രബോധകന് ലോകം ആവശ്യപ്പെട്ടു. ഇങ്ങനെയുള്ള ദുർഘട സന്ധിയിലാണ് മിർസ ഗുലാം മുഹമ്മദ് കടന്നു വന്നത്. അപ്പോൾ മിർസ ഗുലാം മുഹമ്മദ് വാദിക്കുന്ന സമയത്ത് ലോകത്തിന് ഇതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ എതിരാളികളാണ് സാക്ഷ്യം വഹിക്കുന്നത്. മൗദൂദി സാഹിബും ഈ കാര്യത്തെ വിശദീകരിച്ച് പറയേണ്ട ആ കാലഘട്ടം, അതായത് അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റെ കാലഘട്ടമാണ്. അതായത് മിർസ സാഹിബിന്റെ കാലഘട്ടം കഴിഞ്ഞ ഒരു കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ അദ്ദേഹം തന്റെ പ്രസ്ഥാനം രൂപീകരിക്കുന്നത്. ആ സമയത്തെക്കുറിച്ച് അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുകൂടെ ഒന്ന് ചർച്ച ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഇപ്പോൾ ജമാഅത്തേക്ക് മുജാഹിദീങ്ങളുടെ കാര്യം പറയുമ്പോൾ ഞങ്ങൾക്ക് ആ ബാധകമല്ലാന്ന് ജമാഅത്തെ ഇസ്ലാമിക്ക് പറയാം. അപ്പൊ അദ്ദേഹം എന്ത് പറയുന്നു എന്നുള്ള കാര്യങ്ങളൊന്ന് അന്വേഷിക്കാം. മൗദൂദി സാഹിബ് തർജുമാൽ ഖുർആനിൽ പറയുന്നത്, അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ ഉദ്ധരിക്കാം, अक्सर लोग इकामत दीन की तहरीक के लिए किसी ऐसे मर्द कामिल को ढूंढते हैं जो उनमें से एक शख्स के तस्वुर कमाल का मुजस्सम हो. അതായത് ഈ ദീനിന്റെ പുനഃസ്ഥാപനത്തിന് വേണ്ടിയും അതിനെ ആഹ്വാനം ചെയ്യുന്നതിന് വേണ്ടിയും ഒരു സമ്പൂർണനായ ഒരു മനുഷ്യനെയാണ് ജനങ്ങൾ ഓരോ വ്യക്തിയും തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് അവരുടെ ചിന്താഗതി അനുസരിച്ചുള്ള ഒരു പരിപൂർണ വ്യക്തിയായിരിക്കണം. മാത്രമല്ല അദ്ദേഹം പറയുകയാണ്, ദൂസരെ അൽഫാസ് മേ യേ ലോഗ് ദരഅസൽ നബി കെ താലിബ് ഹൈ. മറ്റു വാക്കുകളിൽ പറയുകയാണെങ്കിൽ നബിയാണ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അഗർച്ച ജബാൻ സെ ഖത്മുൻ നബൂവത്ത് കെ ഇക്റാർ കർത്തെ ഹൈ. അവര് നാവ് കൊണ്ട് ഖത്മുൻ നബൂവത്ത് എന്ന് ഉരുവിടുന്നുണ്ടെങ്കിലും और कोई अजराए नबूवत का नाम भी लेवे तो उसकी जबान बुद्धि से खींचने के लिए तैयार हो जाए. ഇനി ആരെങ്കിലും നബൂവത്ത് ഉണ്ടാകുമെന്ന് പറയുകയാണെങ്കിൽ അവരുടെ നാവ് പിഴുതെടുക്കണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ തന്നെയും മഗർ അന്തർ സെ ഉൻകെ ദിൽ ഏക് നബി മാംഗത്തെ ഹൈ. അവിടെ ഹൃദയം ഒരു നബിയാണ് മന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ഓർ നബി സെ കംപർ റാസി നഹി. നബിയിൽ കുറഞ്ഞ ഒന്നിലും ഒരു തൃപ്തരല്ല. ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് ഇക്ബാൽ വിവരിച്ചു തന്നത്. ഇക്ബാൽ വളരെ വ്യക്തമായ രീതിയിൽ പറഞ്ഞത്, വസമേ തും ഹോ നസാറാത്ത് തമദ്ദുൻ മേ ഹുനൂദ് യേ മുസൽമാൻ ഹേ ജിനെ ദേഖെ ശർമാ യഹൂദ്. നിങ്ങളുടെ സംസ്കാരങ്ങളിൽ പരിപൂർണമായും ക്രിസ്ത്യാനികളും അതുപോലെ തന്നെ നിങ്ങളുടെ വേഷവിധാനങ്ങൾ ക്രിസ്ത്യാനികളും സംസ്കാരത്തിൽ ഹിന്ദുക്കളും ഒക്കെ ആയിട്ടുള്ള ഈ മുസ്ലിങ്ങളെ കണ്ടുകൊണ്ട് യഹൂദികൾ പോലും നാണിച്ചു പോകുന്നു എന്ന്. അപ്പൊ ഈ കാലഘട്ടം വാസ്തവത്തിൽ എല്ലാ നിലയ്ക്കും ഒരു പരിഷ്കർത്താവിന്റെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് മറ്റു പണ്ഡിതന്മാർ പോകട്ടെ, മുസ്ലിം പണ്ഡിതന്മാർ, ആധികാരിക നവോത്ഥാന ചിന്തകരൊക്കെ എന്ന് പറയപ്പെടുന്ന എല്ലാ പണ്ഡിതന്മാരും ഒരുപോലെ ഉറക്കെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അദ്ദേഹം എന്താ പറയുന്നത് വെച്ചാല് ഖത്മുൻ നബുവത്ത്, ഇനി നബിയെ ഇല്ല, അദ്ദേഹത്തിന്റെ ഭാഷയിലാണ് ഖത്മുൻ നബുവത്ത് പറയുന്നത്. അതായത് പ്രവാചകത്വ പരിസമാപ്തി എന്ന് അദ്ദേഹം ഒരു അർത്ഥകൽപ്പന നൽകിയിട്ടാണ് ഖത്മുൻ നബുവത്ത് പറയുന്നത്. ആ പ്രവാചകത്വ പരിസമാപ്തിയെ കുറിച്ച് എത്ര തന്നെ നാവുകൊണ്ട് ഉരുവിടുകയാണെങ്കിലും നബി വരുന്ന ആരെങ്കിലും പറഞ്ഞാൽ അവൻ്റെ നാവ് അവൻ്റെ കഴുത്തിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് അവൻ വെമ്പലോടും. പക്ഷേ ഈ ആളുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ നബി കുറഞ്ഞ ഒന്നിലും അവൻ തൃപ്തനല്ല. അവൻ്റെ അന്ധകരണം അവനോട് അനുശാസിക്കുന്നത് ഒരു നബി വേണം എന്നാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ഘട്ടത്തിലാണ് മിർസ ഗുലാം മുഹമ്മദ് ഇസ്ലാം കടന്നു വരുന്നത്. അപ്പൊ കാലഘട്ടം വളരെ വ്യക്തമായിട്ട് ഒരാളുടെ ആവശ്യം പറയുമ്പോൾ അള്ളാഹുവിന് മാത്രം അങ്ങനെ ഒരു ആവശ്യം നിറവേറ്റാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല. അള്ളാഹു ഈ തരത്തിലുള്ള ഘട്ടങ്ങളിൽ തന്റെ സുന്നത്തനുസരിച്ച് ആളുകൾ അയച്ചു എന്ന് ഖുർആൻ പറഞ്ഞു. അതിനു മുമ്പ് അക്സറുഹുമുൽ അവ്വലൂൻ, മുമ്പുള്ള ജനങ്ങൾ ബഹുഭൂരിപക്ഷം വഴിപിഴച്ചപ്പോൾ അള്ളാഹു തന്റെ മുൻസിരിങ്ങളെ താക്കീതുകാരയച്ചു എന്ന് ഖുർആൻ പറയുന്നു. അത് പറഞ്ഞെന്നാണ് വെറുതെ അയച്ചു എന്ന് പറയുന്നത്. അങ്ങനെ തന്നെയാണ് അള്ളാന്റെ സുന്നത്ത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അള്ളാന്റെ സുന്നത്തിനെ കുറിച്ച് അള്ളാഹ് പറയുന്നത് ലൻ തജിദ സുന്നത്തില്ലാഹി തബ്ദീല വലൻ തജിദ സുന്നത്തില്ലാഹി തഹ്വീല. അള്ളാഹുവിന്റെ സുന്നത്തിൽ യാതൊരു വിധത്തിലും മാറ്റം ഉണ്ടാവുകയില്ല. അള്ളാഹുവിന്റെ സുന്നത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിവെക്കാനുള്ള ഒരു പരിപാടിയില്ല. അള്ളാഹ് വളരെ നിരന്തരമായിട്ട് സനാതനമായിട്ടൊരു നിയമമാണ് അള്ളാഹുവിന്റെ സുന്നത്ത്. അപ്പൊ ആ സുന്നത്ത് ഇവിടെ നടപ്പിൽ വരേണ്ട കാലമാണിത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനത്തിലും ഖുർആന്റെ പ്രവചനത്തിലും
ഖുർആൻ പ്രവചിച്ചത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചാണ് ഒരാൾ വരും എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞത്. ഇപ്പൊ ഇനി ഹദരത്ത് മിർസ ഗുലാം അഹമ്മദ് അലൈഹി സ്വലാം അഹമ്മദി ജമാഅത്തിന്റെ സ്ഥാപകരുടെ വാദം ആൾ ഞാനാണെന്നാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വാദം നമുക്ക് പരിശോധിക്കണമെങ്കിൽ ഖുർആന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനൊരു മാനദണ്ഡം നമ്മൾ ആദ്യം നിശ്ചയിക്കണം. അല്ല ഞാനൊരു മാനദണ്ഡം ഞാൻ നിശ്ചയിക്കലല്ല. അള്ളാഹ് അയച്ച ആൾക്ക് അള്ളാഹ് പറയുന്ന ഒരു അളവ് പോലുണ്ട്. ആ അളവ് പോലെ വെച്ച് അളക്കണം. ആ അളവ് പോലെ വെച്ച് അളന്നിട്ട് ശരിയാണെങ്കിൽ രണ്ട് കാര്യങ്ങളിൽ ഒന്ന് തീരുമാനിക്കണം. ഈ അളവ് പോലെ അള്ളാഹ് പറഞ്ഞത് ശരിയല്ല അറിയേണ്ടി വരും. അല്ലെങ്കിൽ അള്ളാഹ് പറഞ്ഞത് ശരിയാണെങ്കിൽ ആള് സത്യവാനാണെന്ന് പറയേണ്ടി വരും. ആള് സത്യവാൻ അല്ലാതിരിക്കുകയും അള്ളാഹ് പറഞ്ഞ അളവ് പോലെ ശരിയായിരിക്കുകയും രണ്ടും കൂടി ഒരു കണക്കാണ്. അപ്പോൾ അള്ളാഹ് സത്യവാന് പറഞ്ഞ അളവ് പോലാണ് നമ്മൾ വെക്കുന്നത്. ആ അളവ് പോലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അളക്കാൻ ഉപയോഗിച്ച അളവ് പോലാണെങ്കിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്തഖു സാദിഖനാണ്, എല്ലാ സത്യവാന്മാരെക്കാളും സത്യവാനാണ്. റസൂൽ തിരുമേനി സത്യവാനാണെന്ന് അളക്കാൻ ഉപയോഗിച്ച അളവ് പോലെ വെച്ച് മിസാസൈനമ അളക്കുമ്പോൾ അദ്ദേഹം ആ അളവ് പോലെ അനുസരിച്ച് ശരിയാണെങ്കിൽ നിശ്ചയമായിട്ടും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവാനാണ് എന്നതുപോലെ തന്നെ ഇദ്ദേഹം സത്യവാനായിട്ട് വരും. അതുകൊണ്ട് ഞാനിപ്പോ ഈ ചർച്ചയിൽ നമ്മൾ മുമ്പോട്ട് പോകുന്നത് ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്ത് അളവ് പോലാണ് സത്യവാനാണ് എന്ന് ജനങ്ങളുടെ മുമ്പാകെ വെച്ചിട്ടുള്ളത്. അത് നമ്മൾ ആദ്യം എടുക്കും. അതനുസരിച്ച് മിസാസൈനെ വെച്ച് അളക്കണം. ശരിയാണോ? അത് ശരിയാണെങ്കിൽ അളവുകോല് ശരിയാണ്, അതിന്റെ സത്യവാനും ശരിയാണ്, അതേപോലെ മിസാ സാഹിബ് ശരിയാണെങ്കിൽ മിസാ സാഹിബ് സത്യവാനാണെന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ മിസാ സാഹിബ് സത്യവാനാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വെച്ച അളവുകോൽ എടുത്തു വെച്ചാൽ അദ്ദേഹം സത്യവാനല്ല എന്ന് ആ അളവുകോൽ നമ്മോട് പറയും. അതിനു വേണ്ടിയിട്ട് ഖുർആനിൽ സാധാരണഗതിയിൽ ഇത്ര ഒരാൾ വരുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാനുണ്ട്. നമ്മളെടുത്തൊരാളൊരു കാര്യം എന്ന് പറയുമ്പോൾ അയാൾ കളവ് പറയുന്ന ആളാണെങ്കിൽ നമ്മൾ വിശ്വസിക്കില്ല. മുമ്പിലൊരു അനുഭവം ഒരു കള്ളനാണ്, തനി കൊള്ളക്കാരനാണ്, ചതിയനാണ്, വഞ്ചനാണെങ്കിൽ അവൻ വന്നിട്ട് തന്നെ ആൾ വന്നിട്ടുണ്ട് കാരണം പണിയൊക്കെ കിട്ടുന്ന പറയാം, നമ്മളെ വിശ്വസിക്കൂല, ഒറ്റടിക്ക് എടുക്കൂല. അതേ സമയത്ത് കളവ് പറയാത്ത ഒരാൾ നമ്മളോട് കൊണ്ടൊരു കാര്യം പറയണേ നമ്മൾ വിശ്വസിക്കും. ഇതേപോലുള്ള ഒരു ജീവിതത്തിന്റെ വിശുദ്ധിയുണ്ട്. ആ വിശുദ്ധിയുള്ള ആളുകളെ അള്ളാഹ് ഖുർആനിൽ പറയുന്നത് അങ്ങനത്തെ ആളെ മാത്രമേ നബിയായി ആക്കുള്ളൂ. മുമ്പേ കള്ളക്കാരനും വഞ്ചകനും ചതിയനും കൊള്ളക്കാരനുമായിട്ടുള്ള ഒരുത്തൻ, കളവ് പറയുന്ന ഒരുത്തനാണെങ്കിൽ അവനെ നബിയായിട്ട് അയച്ച ചരിത്രമില്ല. ഇതിനെക്കുറിച്ച് ഖുർആൻ പറയുന്ന ഭാഗം മത്സരം വിശദീകരിച്ചാൽ നല്ലതായിരിക്കും. വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് ഒരു ഭാഗത്ത് പറയുന്നത് ഫഖദ് ലബിസ്തു ഫീക്കും ഉംറൻ മിൻ ഖബ്ലിഹി അഫലാ തഅഖിലൂൻ, ഞാൻ നിങ്ങൾക്കിടയിൽ ഒരു നീണ്ട കാലം കഴിച്ചുകൂട്ടി, നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സത്യസാക്ഷ്യത്തിന് വേണ്ടിയാണ് വിശുദ്ധ ഖുർആൻ ഈ ആയത്തെടുത്ത് വയ്ക്കുന്നത്. മറ്റു ഭാഗത്ത് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ലോകത്തോടുള്ള ഒരു ചാലഞ്ച് കൂടിയാണിത്. ഞാൻ നിങ്ങളുടെ ഇടയിൽ എൻ്റെ ചെറുപ്പകാലം കഴിച്ചുകൂട്ടി, എൻ്റെ മധ്യവയസ്കത കഴിച്ചുകൂട്ടി, എൻ്റെ യുവത്വം കഴിച്ചുകൂട്ടി, ഈ കാലഘട്ടത്തിൽ ഒന്നും തന്നെ ഞാൻ കളവ് പറഞ്ഞിട്ടില്ല. എന്നിരിക്കെ നിങ്ങൾ എന്തുകൊണ്ട് ബുദ്ധി പ്രയോഗിക്കുന്നില്ല? ഞാൻ ഇപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഞാൻ വന്ന് കളവ് പറയുകയാണോ? അങ്ങനെയാണോ നിങ്ങൾ ധരിക്കുന്നത്? മാത്രമല്ല നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരെ എല്ലാ ആ സമൂഹത്തിലുണ്ടായിരുന്ന ആളുകളെ മുഴുവനും വിളിച്ചു കൂട്ടുകയും ഒരു മരഞ്ചെരുവ് കൊണ്ട്, ഇതൊക്കെ ചരിത്രത്തിൽ വായിച്ചിട്ടുള്ള നിരന്തരമായിട്ടുള്ള ചരിത്ര ഈ യാഥാർത്ഥ്യങ്ങൾ ജനങ്ങൾക്കുള്ളിൽ വന്നിട്ടുള്ള യാഥാർത്ഥ്യങ്ങളുമാണ്. എല്ലാ ചരിത്ര പുസ്തകങ്ങളും ഉള്ളതാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരും വിളിച്ചു കൂട്ടിക്കൊണ്ട് ചോദിച്ചു, ഈ മറയുടെ പിന്നുന്ന ഒരു സൈന്യം ഇവിടെ ആക്രമിക്കാൻ വരികയാണ്, നിങ്ങൾ വിശ്വസിക്കുമോ എന്ന്. അപ്പൊ അവര് യാതൊരു പടിയും കൂടാതെ പറഞ്ഞ് ഞങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണ്. കാരണം നീ ഈ കാലഘട്ടത്തിനിടയ്ക്ക് ഒരിക്കലും തന്നെ കളവ് പറഞ്ഞിട്ടില്ല. പ്രത്യക്ഷത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സൈന്യം ആക്രമിക്കാൻ സാധ്യതയില്ല. ഉണ്ടെങ്കിൽ അത് അറിയുന്നതിനുള്ള എല്ലാ സാഹചര്യവും ഞങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷെ ഇതൊക്കെ ഉണ്ടായിരിക്കെ തന്നെ ഞങ്ങൾ നീ സത്യവാനായതുകൊണ്ട് ഈ പറയുന്നത് ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ് എന്ന് മാത്രമല്ല അല്ലമീനും നബി തിരുമേനി അല്ലമീൻ എന്നും സുദൂഖ് എന്നൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തോട് പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരു നീണ്ട കാലം കഴിച്ചുകൂട്ടി, ഈ കാലഘട്ടത്തിൽ ഒരിക്കലും ഞാൻ നിങ്ങളോട് കളവ് പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. മറിച്ച് ഈ ഇങ്ങനെയുള്ളൊരു അവസ്ഥയിൽ ഈ ഒരു സുപ്രഭാതത്തിൽ ഞാൻ കളവ് പറയുന്നു എന്നാണോ കരുതേണ്ടത്? അങ്ങനെയാണോ നിങ്ങൾ മനസ്സിലാക്കുന്നത്? അപ്പൊ ഈ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സത്യസാക്ഷ്യത്തിന് വേണ്ടി വിശുദ്ധ ഖുർആന്റെ ഭാഷയിൽ എടുത്തു വെച്ചൊരു ചാലഞ്ചാണ് ഇത്. ഫഖദ് ലബിസ്തു ഫീക്കും ഉംറൻ മിൻ ഖബ്ലിഹി അഫലാ തഅഖിലൂൻ, ഞാൻ നിങ്ങളുടെ ഇടയിൽ നീണ്ട കാലം കഴിച്ചുകൂട്ടി, നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല എന്ന്. അപ്പൊ വിശുദ്ധ ഖുർആന്റെ ഭാഷയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹദരത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സത്യസന്ധതയിൽ മുൻകാല ജീവിതത്തിൽ പ്രവാചകത്വം വരെയുള്ള കാലഘട്ടത്തിൽ ആ സമൂഹം പരിപൂർണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യസന്ധത അംഗീകരിച്ചിരുന്നു എന്നാണ്. അവിടുന്ന് അങ്ങോട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ദൈവ നിയോജനാണെന്ന് പറഞ്ഞപ്പോഴാണ് അവിടെ കൂടി അബൂ ലഹബിനെ പോലുള്ള ആളുകൾ പറഞ്ഞ് ഇതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളോട് ഒരുമിച്ച് കൂട്ടിയത് എന്നൊക്കെ പറഞ്ഞ് പിരിഞ്ഞു പോയത്. അതൊരു സംഭവമാണ്, വളരെ വ്യക്തമായിട്ടുള്ള സംഭവം. ഹദീസിൽ ബുഖാരിയിൽ ഉദ്ധരിച്ചാണ് ഈ ഹദീസ്. അതായത് റസൂലുള്ള വാദം ഉന്നയിച്ചപ്പോൾ സഫാ കുന്നിന്റെ മുകളിലേക്ക് ആൾക്കാരെ വിളിച്ചു കൂട്ടുന്നു. അതിനുശേഷം ആ കുന്നിന്റെ താഴെ ആൾക്കാർ കാണുന്നോടത്ത് നിൽക്കുന്ന ചോദിച്ചിട്ട് പറയണം അവിടെ ഒരു സൈന്യം ഉണ്ട് പറഞ്ഞ് വിശ്വസിക്കുന്നു. ആന്ന് പറഞ്ഞു. എന്താ വെച്ചാൽ അസദൂഖ് അല്ലമീന്നാണ് ഇവർ വിശ്വസിച്ചിട്ടുള്ളത്. അത് സത്യം മാത്രം പറയുന്ന ആളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് അവർ പറഞ്ഞ മറുപടി എന്താ? മാ ജറബ്ന അലൈക ഇല്ലാ സിദ്ഖ,
താങ്കളെ സത്യമല്ലാതെ ഒന്ന് പറയുന്നത് ഞങ്ങൾക്ക് പരിചയമില്ല, പിന്നെ ഞങ്ങൾ എന്തുകൊണ്ട് വിശ്വസിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോ ഈ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു, ഫഇന്നീ നദീറുൻ ബൈന യദൈ അദാബിൻ ശദീദ്, നിങ്ങൾക്ക് വരാനിരിക്കുന്ന നിങ്ങൾ ചെയ്ത അകൃത്യങ്ങൾ കൊണ്ട് നിങ്ങളെ വലയം ചെയ്ത് നിൽക്കുന്ന ഒരു ശിക്ഷയെക്കുറിച്ച് ഞാൻ മുന്നറിയിപ്പ് നൽകാണ്, നിങ്ങൾ അതുകൊണ്ട് പിന്തിരിയണം എന്നാ ഇന്ന് രക്ഷപ്പെടുന്നത്. അപ്പോൾ പറഞ്ഞത് തബ്ബല്ലക്ക അലിഹാദ ജമാഅത്തിന്, ഈ ഹലാക്കിനാണ് അവിടെ നീ നമ്മളവിടെ ഒരുമിച്ച് കൂട്ടിയെന്ന് ആരാ പറഞ്ഞത്? ഈ സത്യസന്ധമാണ് എന്ന് പറഞ്ഞ ജനം തന്നെയാണ്. അതിൽ ഏറ്റവും കൂടുതൽ റസൂലുള്ളാഹിനെ അറിയുന്ന റസൂലുള്ളാഹിന്റെ എളാപ്പ പിത്രിയനായ അബൂലഹബാണ് പറയുന്നത്, തബ്ബല്ലക്ക അലിഹാദ ജമാഅത്തിന്, നാശമായി പോടാം, നീ ഇതിനാണോ ഞങ്ങളവിടെ ഒരുമിച്ച് കൂട്ടിയത്? അപ്പോഴേ ഈ പറഞ്ഞ ജനം സത്യസന്ധമാണ് എന്ന അദ്ദേഹത്തിന്റെ പൂർവ്വകാല ജീവിതത്തെക്കുറിച്ച് സാക്ഷ്യം വഹിച്ച ജനം അതേ ശാസ്ത്രത്തിൽ താൻ അള്ളാഹുവിൽ നിന്ന് ആളാണെന്ന് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ഇൻഹുഇല്ലാ സാഹിറുൻ കസാബ്, ഇത് തനി കള്ളനും മന്ത്രവാദിയാണ്. അപ്പൊ പ്രവാചകനാണെന്ന് വിശ്വസിക്കുന്ന ആളെ സത്യവാനാണെന്ന് വിശ്വസിച്ചാലും പറയുന്നത് കള്ളാണെന്ന് പിന്നെ പറയും. പറഞ്ഞതിന് ശേഷം ഇപ്പൊ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഇന്ന് എത്രയോ ആളുകൾ മൃഗങ്ങളെ പോലുള്ള ആളുകളുണ്ട്. അത്ര ആളുകളൊക്കെ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കള പറഞ്ഞു ഇങ്ങനെ കള പറഞ്ഞു എന്നാണ്. പക്ഷെ നമുക്ക് അവരോട് വെക്കാനുള്ള ചാലഞ്ച് എന്താണ്? റസൂലുള്ളാഹിന്റെ ജീവിതകാലത്തിൽ നുബുവത്ത് വാദം ഉന്നയിക്കുന്നതിന് മുമ്പ് 40 വർഷത്തിന് മുമ്പ് 40 വയസ്സ് ആകുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു കളവ് പറഞ്ഞത് ആ കാലഘട്ടത്തിലെ സാക്ഷ്യങ്ങൾ ഉദ്ധരിച്ച് എന്ന് പറയാൻ കഴിയുന്നു. ഇപ്പോഴും കളവ് പറയുന്നിട്ട് കാര്യമില്ല. നബി തിരുമേനി തന്റെ നുബുവത്തിന്റെ മുമ്പ് ഒരു കളവ് പറഞ്ഞത് എടുത്തു കാണിക്കാൻ സാധിക്കുക സാധ്യമല്ല. നബിസിനെ പറ്റി ഒരുപാട് ആക്ഷേപം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും തന്നെ ക്രിസ്ത്യാനികളാകട്ടെ മറ്റേത് തരത്തിൽ ആക്ഷേപം ഉന്നയിക്കുന്നവരാകട്ടെ ഇത്തരത്തിലൊരു ആക്ഷേപം ഉന്നയിച്ചതായിട്ട് ഇന്നവർ തെളിയിക്കാനേ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ 40 വർഷത്തോളം കളവ് പറയാതിരുന്ന ഒരാള് 41-ാമത്തെ വർഷത്തിന്റെ 1-ാമത്തെ ദിവസം അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയുക എന്നത് ഒരിക്കലും അത് വളരെ രസമാണ്. എങ്ങനെ വെച്ചാല് അതെന്താന്ന് വെച്ചാല് ഇപ്പൊ സാധാരണ ഭൗതികമായ ജീവിതത്തിൽ ഒരുത്തൻ കളവ് പറയണില്ല, എന്നിട്ട് പിന്നെ കളവ് പറഞ്ഞിട്ട് വലിയ ലാഭം കിട്ടണേ ഇരിക്കട്ടെ, അവരെന്താ പറഞ്ഞോ, നീ ഇത് ഒഴിവാക്കിയാൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെണ്ണിനെ നേതാച്ച് കല്യാണം കഴിച്ചു തരാം, അതാണ് എൻ്റെ ആവശ്യമെങ്കിൽ. നിനക്ക് സ്വത്താണ് ആവശ്യമെങ്കിൽ ഞങ്ങളൊക്കെ കുറച്ച് സ്വത്ത് കൂട്ടിയിട്ട് എനിക്ക് വലിയ സ്വത്ത് തരാം, നിനക്ക് അധികാരമാണ് ആവശ്യം ഞങ്ങൾ രാജാവായിക്കോളാം. ഇതൊക്കെ മുമ്പിൽ വെച്ചിട്ട് പറയണം ഇതാണ് ഒഴിവാക്കിയെന്ന് പറയും. അപ്പൊ കിട്ടാനുള്ളത് ഒഴിവാക്കിയാലോ കിട്ടാതെ, ഇത് ചെയ്താലോ അടിയും കുത്തും യുദ്ധവും വെട്ടും തടവും അതികഠിനമായ അരിഷ്ടതകളും പീഡനങ്ങളുമാണ് പിന്നെ സഹിക്കുന്നത്. അത് വെച്ചിട്ടാണ് അള്ളാഹ് ചോദിക്കുകയാണ്, നീ അവരോട് പറയും ഫഖദ് ലബിസ്തു ഫീക്കും ഉമറ മിൻ ഖബലി, നിങ്ങളുടെ ഇടയിൽ ഒരു നീണ്ട കാലം ഞാൻ ജീവിച്ചിട്ടുണ്ട്, നിങ്ങൾക്കതറിയാം. അവിടെ ഒരു കളവും ഞാൻ പറഞ്ഞിട്ടില്ല, ഭൗതികമായ കാര്യത്തിന് പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഇന്ന് നിങ്ങളിരുന്ന് അടി വാങ്ങാനും ഭത്സനങ്ങൾ ഏറ്റുവാങ്ങാനും നിങ്ങൾ മണ്ണുവാരി എറിയുന്ന സഹിക്കുവാനും തെറി കേൾക്കാനുമായിട്ട് ഇന്ന് ഞാൻ നിങ്ങളോട് കളവ് പറയുന്നു എന്നാണോ നിങ്ങൾ ധരിക്കുന്നത്? അഫലാത്തായപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിയില്ലേ? ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യും, നിങ്ങൾക്ക് അക്കൽ പറിച്ചു നന്ന് ഉപയോഗിക്കണില്ലേ എന്ന് അദ്ദേഹം ചോദിക്കാം. നമുക്ക് ഇതേ മാനദണ്ഡം വെച്ചിട്ട് ഹദറത്ത് മിർസ ഗുലാം മുഹമ്മദ് അലി ഇസ്ലാമിനെ പരിശോധിക്കാം. അദ്ദേഹം നേരത്തെ കളവോ വഞ്ചനയോ ചതിയൊക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തോടെ നമുക്ക് കളവ് പറയുന്ന ഒരുത്തന്നെ നബിയായിട്ട്, കളവ് പറയുന്ന ഒരുത്തന്നെ അള്ളാഹ് നമുക്ക് വഴികാട്ടിയായിട്ട് നിയോഗിക്കില്ല. ആ സുന്നത്ത് നമുക്ക് എടുക്കാൻ കഴിയില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ മുൻകാല ജീവിതം, അദ്ദേഹത്തിന്റെ വാദം ഉന്നയിക്കുന്നതിന് മുമ്പ് 1882 അദ്ദേഹത്തിന് ഇൽഹാമും വഹി ഉണ്ടാകുന്നു എന്ന് അദ്ദേഹം ലോകത്തോട് പറയുന്നു. 1889 അദ്ദേഹം ജനങ്ങളിൽ നിന്ന് ബയ്യത്ത് വാങ്ങി, ജനങ്ങളിൽ നിന്ന് പിന്നെ അനുസരണ പ്രതിജ്ഞ വാങ്ങി ഒരു ജമാഅത്ത് രൂപീകരിക്കുന്നു. 1886 മുതൽ താൻ അള്ളാഹു നിയോഗിച്ച ആളാണെന്ന് ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനു മുമ്പ് 1882 മുമ്പോ അല്ലെങ്കിൽ 86 മുമ്പോ അല്ലെങ്കിൽ 89 മുമ്പോ ഏതും എടുക്കാം. നമുക്ക് 82 മുമ്പുള്ള കാലം. അദ്ദേഹം 1835 ജനിച്ചു. 35 കഴിഞ്ഞ് ഏകദേശം 40-ാമത്തെ വർഷം 86-ലാണ് വാദം ഉന്നയിക്കുന്നത്. അപ്പൊ 40 വയസ്സ് വരെ അദ്ദേഹം കളവോ ചതിയോ വഞ്ചനയോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്ന കാര്യം ഒന്ന് പരിശോധിക്കാം. അപ്പൊ അദ്ദേഹത്തിന്റെ പൂർവ്വകാല ജീവിതത്തെ കുറിച്ച് എതിരാളികൾ പറഞ്ഞ സാക്ഷ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. അത് സത്യം ആൾക്കാർ അനുകൂലികൾ പറയേണ്ടത് എടുക്കണം. എതിരാളികൾ പറഞ്ഞതിൽ അബുൽ ഹസൻ അലി നദവി പറയുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ കാല ജീവിതം എന്താണെന്ന്. അത് ഖാദിയാനിസത്തിന്റെ 55-ാമത്തെ പേജിലുണ്ട്, ഈ പുസ്തകത്തിലുണ്ട്. അത് സലീം സാഹിബ് ഒന്ന് വായിച്ചിട്ട് പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാം. ഖാദിയാനിസം എന്ന പുസ്തകത്തിന്റെ 55-ാമത്തെ പേജിൽ പറയുന്നു, ഇസ്ലാമിന് വേണ്ടി ശബ്ദിക്കുകയും അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള വളരെയേറെ ഇൽഹാമുകളുടെയും ദർശനങ്ങളുടെയും സന്തോഷ വാർത്തകളുടെയും വെളിച്ചത്തിൽ ജനങ്ങൾ അദ്ദേഹം ഒരു വലിയാണെന്ന് വിശ്വസിക്കുകയും ചെയ്ത ഈ സാഹചര്യത്തിൽ ആണ് അദ്ദേഹം ഈ വാദം ഉന്നയിക്കുന്നത്.
അപ്പോൾ അവിടെ എന്താ പറയുന്നത്? ഇസ്ലാമിന് വേണ്ടി ശബ്ദിക്കുകയും അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള വളരെയേറെ ഇൽഹാമുകളുടെയും ദർശനങ്ങളുടെയും സന്തോഷ വാർത്തകളുടെയും വെളിച്ചത്തിൽ ജനങ്ങൾ അദ്ദേഹം ഒരു വലിയാണെന്ന് വിശ്വസിച്ചു. ആ വലിയ കള പറയും, ജനങ്ങൾ അദ്ദേഹത്തെ ഒരു വലിയാണെന്ന് വിശ്വസിക്കുന്ന സാഹചര്യം വരെ അദ്ദേഹം വിശുദ്ധ ജീവിതത്തിലാണ് ഉണ്ടായത്. ഇത് ഇങ്ങനെ പറയാനുണ്ടായ കാരണം എന്താ വെച്ചാൽ, അദ്ദേഹം ഇസ്ലാമിന് എതിരായിട്ട് എഴുതുന്ന ഗ്രന്ഥങ്ങൾക്ക്, അതിനെതിരെ വരുന്ന ആക്ഷേപങ്ങൾക്ക്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിരിൽ വരുന്ന ആക്ഷേപങ്ങൾക്ക്, ഖുർആനെതിരെ വരുന്ന ആക്ഷേപങ്ങൾക്ക് മറുപടി ആയിക്കൊണ്ട് അദ്ദേഹം ഒരു ഗ്രന്ഥരചന തന്നെ ആരംഭിച്ചിരുന്നു. ബറാഹിനെ അഹമ്മദിയ എന്ന പേരിൽ ഒരു ഗ്രന്ഥരചന ആരംഭിച്ചിരുന്നു. അത് 82 മുതലേ പ്രസിദ്ധീകരിക്കും തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ 4 വാള്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് 86 ആകുമ്പോഴേക്കും. ആ വാള്യങ്ങൾ പുറത്തു വന്നപ്പോഴാണ് അദ്ദേഹത്തിന് അള്ളാഹു തന്നോട് സംസാരിക്കുന്നു എന്നതിനുള്ള തെളിവുകൾ അദ്ദേഹം ഉദ്ധരിക്കുന്നത്. അദ്ദേഹത്തിന് ആ ജനങ്ങൾ ഒരു വലിയാണെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ വലിയാണെന്ന് വിചാരിച്ചപ്പോൾ അതിന് മുതലെടുത്തിട്ട് പരിപാടി നടത്തിയതാണ്. വലിയാണെന്ന് വിചാരിക്കുന്ന അളവിൽ അദ്ദേഹത്തിന്റെ ജീവിതം സംശുദ്ധമായിരുന്നു എന്ന് എതിരാളി വിമർശിച്ചെഴുതുമ്പോൾ പോലും എഴുതാൻ മറക്കാതെ വിട്ടുപോയി എന്നുള്ള അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം നിർബന്ധനാണ്. ഇനി ആ കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാരാണ്. ഇപ്പൊ മുജാഹിദീങ്ങളുടെ പുസ്തകമാണ്. ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ പഠിച്ച ആൾ, അദ്ദേഹത്തിന്റെ സമകാലികൻ, ആ കാലഘട്ടത്തിലെ ഇന്ത്യയിലെ ഏറ്റവും സമുന്നതരായ പണ്ഡിതന്മാരിൽ അഗ്രഗണ്യന്മാരിൽ ഒരാളായിരുന്ന മൗലാന മുഹമ്മദ് ഹുസൈൻ ബട്ടാലവി, ഷെയ്ഖ് ബട്ടാലവി അദ്ദേഹത്തെ കുറിച്ച് വളരെ അതിശയോക്തിപരമായിട്ട് വർണ്ണനകൾ നൽകിയെന്ന് ഈ കാദ്യാനിസത്തിൽ പറയുന്നുണ്ട്. വലിയ പണ്ഡിതനായിരുന്നു അദ്ദേഹം, അലഹദീസ് പണ്ഡിതനായിരുന്നു പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കൂടെ ഈ കാര്യത്തിൽ നിന്ന് കൂട്ടിച്ചേർത്താൽ ജനങ്ങൾ കുറച്ചുകൂടെ സമകാലികന്റെ ഒരു സാക്ഷ്യമാണ്. അദ്ദേഹം ആരായിരുന്നു, 40 കൊല്ലം ജീവിതകാലം വരെ, അതൊന്ന് പറയാൻ വേണ്ടി. അദ്ദേഹം തന്നെ കാലഘട്ടത്തെ സംബന്ധിച്ച് പറയുന്നത്, അതായത് മിർസ സാഹിബുമായിട്ടുള്ള ബന്ധത്തെ സംബന്ധിച്ച് തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ബറാഹിനെ അഹമ്മദിയെ സംബന്ധിച്ചാണ് പറയുന്നത്, ഗ്രന്ഥകർത്താവ് അതായത് മിർസ സാഹിബ് നമ്മുടെ നാട്ടുകാരനാണ്, മറിച്ച് ആദ്യകാലങ്ങളിൽ നമ്മുടെ സതീർത്ഥനുമാണ്. അക്കാലം മുതൽ ഇന്ന് വരെയും നമുക്കും അദ്ദേഹത്തിനുമിടയിൽ കത്തിടപാടും കൂടിക്കാഴ്ചകളും സന്ദേശ കൈമാറ്റവും അവങ്കുരം തുടരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അവസ്ഥയെയും ചിന്താഗതിയെയും കുറിച്ച് അറിവുള്ള നമ്മുടെ ഈ വാക്കുകളെ അതിശയോക്തിയായി ഗണിക്കേണ്ടതില്ല. തുടർന്ന് പറയുകയാണ്, ബറാഹിനെ അഹമ്മദിയുടെ കർത്താവിന്റെ അവസ്ഥകളെയും ചിന്താഗതികളെയും കുറിച്ച് നമുക്ക് അറിവുള്ള ആളുകൾ സമകാലീനരിൽ ഏറെയില്ല. ബട്ടാലി പറയാണ്, ബറാഹിനെ അഹമ്മദിയുടെ കർത്താവ് അനുകൂലവും പ്രതികൂലവുമായ അനുഭവങ്ങളുടെയും സാക്ഷ്യങ്ങളുടെയും വെളിച്ചത്തിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മുഹമ്മദി ശരീഅത്തിൽ നിലകൊള്ളുന്നയാളും ഭയഭക്തിയുള്ള ആളും സത്യസന്ധതയുടെ അടയാളവുമാണ്. എന്നിട്ടാണ് അദ്ദേഹത്തിന്റെ കർമ്മങ്ങളെ സംബന്ധിച്ച് പറയുന്നത്, ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ഗ്രന്ഥം, അതായത് ബറാഹിനെ അഹമ്മദിയ, ഇക്കാലത്ത് ഇന്നത്തെ പരിസ്ഥിതികളുടെ വെളിച്ചത്തിൽ ഇസ്ലാമിൽ ഇന്നേ വരെ പ്രസിദ്ധം ചെയ്യപ്പെട്ടിട്ടില്ലാത്ത വിധം അതുല്യമായ ഒരു ഗ്രന്ഥമാണ്. ധനം കൊണ്ടും ദേഹം കൊണ്ടും പേന കൊണ്ടും നാവുകൊണ്ടും പ്രവൃത്തി കൊണ്ടും വാക്കുകൊണ്ടും ഇസ്ലാമിന് വേണ്ടി ഈ ഗ്രന്ഥകർത്താവിനെ പോലെ സേവനം ചെയ്തിട്ടുള്ളവർ പൂർവ്വകാല മുസ്ലിങ്ങളിൽ വളരെ വിരളമായി കാണപ്പെടുകയുള്ളൂ. ഞങ്ങളുടെ വാക്കുകളെ ഏഷ്യക്കാരുടെ അതിശയോക്തിയായി ആരെങ്കിലും കരുതുന്നുവെങ്കിൽ, ഇദ്ദേഹം ചാലഞ്ച് ചെയ്യണം, അങ്ങനെ ആരെങ്കിലും കരുതുന്നുവെങ്കിൽ ഇസ്ലാമിന്റെ ശത്രുക്കളെ, പ്രത്യേകിച്ചും ആര്യ സമാജത്തെയും ബ്രഹ്മസമാജത്തെയും ഇത്ര ശക്തിയുക്തം നേരിട്ടിട്ടുള്ള ഒരൊറ്റ ഗ്രന്ഥമെങ്കിലും അവർ കാണിച്ചു തരട്ടെ. ധനം കൊണ്ടും ദേഹം കൊണ്ടും തൂലിക കൊണ്ടും നാവ് കൊണ്ടും സർവോപരി ജീവിത രീതി കൊണ്ടും ഇസ്ലാമിന്റെ ശത്രുക്കളെയും ഇൽഹാമിന്റെ നിഷേധികളെയും എതിർക്കുകയും സംശയാലുക്കളെ തന്റെ അടുക്കൽ വന്ന് അനുഭവ സാക്ഷ്യം സ്വീകരിക്കുവാൻ ആണത്തത്തോടെ ആഹ്വാനം ചെയ്യുകയും ഇതര സമുദായക്കാർക്ക് ആ അനുഭൂതികളെ അഭിരുചിപ്പിക്കുകയും ചെയ്തിട്ടുള്ള 3-4 ആളുകളെങ്കിലും കാണിച്ചു തരട്ടെ. ഇശാത്ത് സുന്നയിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള റിവ്യൂ ആണ്. അത് ഇശാത്ത് സുന്ന എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ അഹ്ലെ ഹദീസിന്റെ പത്രമാണ്. അതിന്റെ എഡിറ്ററാണ് ഇദ്ദേഹം. അദ്ദേഹത്തിന്റെ സ്വന്തം പത്രത്തിൽ മിർസ സാഹിബിന്റെ പിൽക്കാലത്ത് പ്രത്യക്ഷ ശത്രുക്കളിൽ അഗ്രഗണ്യനായി വന്ന ആളാണ്. അത് മിർസ സാഹിബ് ഈസാ നബി മരിച്ചു എന്ന് പറഞ്ഞതിനാൽ അദ്ദേഹം കാഫിറാണ് എന്ന് 200 പണ്ഡിതന്മാരെ കൊണ്ട് ഫത്വ എഴുതി വാങ്ങിച്ച് തന്റെ ഫത്വ പ്രസിദ്ധീകരിച്ച ആളാണ് ഇശാത്ത് സുന്നയിലാണ് പ്രസിദ്ധീകരിക്കുന്നത്. ആ ഇശാത്ത് സുന്നയിൽ റസൂലുള്ളാഹിനെ എങ്ങനെ കാഫിറും കസാബും എന്ന് പറഞ്ഞോ, ഇത് നിഷേധിയാണ്, ഇത് പിന്നെ കള്ളനാണ്, ഇത് സാഹിറാണ്, മന്ത്രവാദിയാണെന്ന് പറഞ്ഞതുപോലെ തന്നെ അതിന് മുമ്പുള്ള ജനം സത്യസന്ധനാണെന്ന് പറഞ്ഞു. ബറാഹിനെ അഹമ്മദി എഴുതിയപ്പോൾ ഷെയ്ഖ് മുഹമ്മദ് ഹുസൈൻ ബട്ടാലവി പറയുന്നത് അദ്ദേഹം സത്യസന്ധനാണെന്നാണ്. ഇസ്ലാമി ഷാർ, ഇസ്ലാമിക ചിഹ്നങ്ങൾ, ഇസ്ലാമിക സംസ്കാരം അനുസരിച്ച് ജീവിക്കുന്ന ആളും സദാഖത്ത് ഷാർ, സത്യസന്ധനുമാണെന്ന് ഇശാത്ത് സുന്നയിൽ എഴുതുന്നു. അതേ ആള് ഇദ്ദേഹം കള്ളനാണ്, ചതിയനാണെന്ന് അടുത്ത ശാസ്ത്രത്തിൽ പറയുന്നു. അപ്പൊ അവിടെ അബൂലഹബ് എന്ത് പറഞ്ഞു അതിനാണ് ഇവിടെയും പറയുന്നത്. അന്നത്തെ ഖുറൈശി മക്കാക്കാര് എന്താണ് പറഞ്ഞത്, മുശ്രിക്കുകൾ എന്താണ് പറഞ്ഞത് അതിനെ പറയുന്നത്. പക്ഷെ ഞാനിവിടെ പറഞ്ഞു വരുന്നത് അദ്ദേഹത്തിന്റെ പൂർവ്വകാല ജീവിതം,
വളരെ വിശുദ്ധമായിരുന്നു എന്ന് സത്യസന്ധമായിട്ട് ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ എഴുതുന്നു. അത് പിൽക്കാലത്തെ പണ്ഡിതൻ എഴുതുന്നു. ഇനി വഴിയിൽ വഴി വെച്ചിട്ടില്ല എന്നുള്ളതിന് കൂടി ഒരു ഉദാഹരണം ഞാൻ പറയാം. കാരണം മറ്റുള്ള പ്രവാചകനെ കുറിച്ച് അങ്ങനെ നമ്മൾ പറയുമ്പോൾ അത് പിന്നെ ഈ ആയത്തിന്റെ പരിധിയിൽ വരുന്നില്ലെങ്കിലും പിൽക്കാലത്തും അദ്ദേഹത്തിനൊന്നും സംഭവിച്ചില്ല. അദ്ദേഹം ഇസ്ലാമിന്റെ സേവകനായിരുന്നു എന്നും നല്ല മനുഷ്യനായിരുന്നു എന്നും മൗലാന അബുൽ കലാം ആസാദ് എന്ന് പറഞ്ഞാൽ